സിപിഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. ശക്തമായി എതിർത്ത് കേരളം. UP ബീഹാർ ഘടകങ്ങൾ രാജയെ പിന്തുണച്ചു. പി സന്തോഷ് കുമാർ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടേക്കും. സമ്മേളനം ഇന്ന് കൊടിയിറങ്ങും. KJ ഷൈനെതിരായ അപവാദ പ്രചരണ കേസിൽ KM ഷാജഹാനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും. കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് മറ്റന്നാൾ സമർപ്പിക്കും. ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ ഡിലീറ്റ് ചെയ്തു. കൊണ്ടോട്ടി അബു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ യാസിറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് കൊണ്ടുവന്ന വാഹനങ്ങൾ വാങ്ങിയ കേസിൽ ED ഇന്ന് കേസെടുത്തേക്കും. അന്വേഷണം തുടർന്ന് NIA-യും ED-യും GST വകുപ്പും. ലഡാക്കിലെ സംഘർഷത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോണൽ വാങ്ചുക്കിനെ പഴിച്ച് കേന്ദ്രം. വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നിരാഹാര സമരം അവസാനിപ്പിച്ചു വാങ്ചുക്ക്. ലേയിൽ നിരോധനാജ്ഞ തുടരുന്നു. പാകിസ്ഥാനുമായി സഹകരണം ശക്തിപ്പെടുത്താൻ അമേരിക്ക. പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഇന്ന് വാഷിംഗ്ടണിലെത്തും. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച. ഗാസയിൽ ഇസ്രായേൽ കരസേനയുടെ ആക്രമണം തുടരുന്നു. 24 മണിക്കൂറിനിടെ 80 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഹൂതികൾ. ലഹരിക്ക് അടിമയാകുന്നവർക്ക് സൗജന്യ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംയോജിത പുനരധിവാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. IRCA-കൾക്കുള്ള ധനസഹായ വിതരണം മുടങ്ങിയിട്ട് 1.5 വർഷം. ഓരോ കേന്ദ്രവും പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയിൽ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. സൂപ്പർ 4-ൽ ബംഗ്ലാദേശിനെ 41 റൺസിന് തോൽപ്പിച്ചു. പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിലെ വിജയിയെ ഫൈനലിൽ നേരിടും. വിശദമായി കടക്കുകയാണ് നമ്മൾ ഓരോ വാർത്തകളിലേക്കും. ആദ്യം നമ്മൾ പോകുന്നത് ലഡാക്കിലേക്കാണ്. സംഘർഷഭരിതമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. ലഡാക്കിൽ 4 പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഘർഷത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോണൽ വാങ്ചുക്കിനെ പഴിച്ച കേന്ദ്രം. വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായും അതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രതിഷേധം അക്രമാസക്തമായതോടെ വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചു. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. വളരെ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ലഡാക്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ സാഹചര്യത്തിന് എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ? ഈ വാങ്ചുക്കിനെ മാത്രം പഴിച്ചുകൊണ്ട് കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? നമുക്കറിയാം, കുറച്ചു കാലമായി ഈ ലഡാക്കിന്റെ സ്വയം ഭരണ അവകാശം വേണം, സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യവുമായി അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്നു, പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നടന്നൊരു നിരാഹാര സമരമാണല്ലോ. അതെ ആര്യ, കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ലഡാക്കിലെ ജനങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2019-ലാണ് ജമ്മു കശ്മീർ വിഭജിച്ചുകൊണ്ട് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയത്. ഒന്ന് ജമ്മു കശ്മീരും മറ്റൊന്ന് ലഡാക്കും. ഇതിൽ ജമ്മു കശ്മീരിന് അസംബ്ലി ഉണ്ട്, എന്നാൽ ലഡാക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നേരിട്ട് കേന്ദ്ര ഭരണത്തിന് കീഴിലാണ്. അവിടെ നിയമസഭയില്ല. സ്വാഭാവികമായി അവിടെ സംസ്ഥാന പദവി വേണമെന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന് ഗോത്ര പദവി. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ കുറേ നാളുകളായി ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ തന്നെ പരിസ്ഥിതി പ്രവർത്തകനായ വാങ്ചുക്ക്, അദ്ദേഹം കഴിഞ്ഞ 10-ാം തീയതി മുതൽ നിരാഹാര സമരത്തിലാണ്. ആ സമരത്തിന് പിന്തുണ അറിയിച്ച് വന്നവരാണ് ഇന്നലെ അതാണ് അക്രമാസക്തമാവുകയും പിന്നീട് വെടിവയ്പ്പിലേക്കൊക്കെ നീങ്ങുകയും 4 പേർ കൊല്ലപ്പെടുകയും 70 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതായത് BJP ഓഫീസിന് തീയിട്ടു, CRPF-ന്റെ വാഹനം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു അക്രമാസക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ വാങ്ചുക്കാണ് ഇതിന് ഉത്തരവാദി എന്ന നിലയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. കാരണം ഒന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വാങ്ചുക്കിന്റെ ചില പരാമർശങ്ങൾ അത് ഇത്തരം സമരക്കാർക്ക് അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് പ്രകോപനം സൃഷ്ടിച്ചു എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതായത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചിരുന്നതാണ്. അതായത്
10-ാം തീയതി നിരാഹാര സമരം ആരംഭിക്കുന്നു. പക്ഷേ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരുന്നു. അതായത് ലേ അപെക്സ് ബോഡി, ഒപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവരുമായി സർക്കാർ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 26-ാം തീയതി, അതായത് അടുത്ത ദിവസം ചർച്ചയ്ക്ക് സജ്ജമായിരുന്നു. അതിനിടയിലാണ് ഇത്തരം അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. അതിന് പ്രധാനപ്പെട്ട കാരണം വാങ്ചുക്കിന്റെ പ്രസ്താവനയാണെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് നേപ്പാളിൽ അടുത്തിടെ നടന്ന ജൻസി സമരവുമായും അറബ് വസന്തവുമായൊക്കെ തന്നെ അത്തരം പരാമർശങ്ങളൊക്കെ വാങ്ചുക്ക് നടത്തി. അതാണ് കാര്യങ്ങൾ കൈവിട്ട് പോകാൻ കാരണമെന്ന പ്രതികരണമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും ലഡാക്കിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താക്കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്രത്തിന്റെ ഇനിയുള്ള തുടർ നീക്കം എന്ത് എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ഈ നിരാഹാര സമരം ഇപ്പോൾ വാങ്ചുക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു അക്രമാസക്തമായ സമരം ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു, അതല്ല ലക്ഷ്യമിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം സമരം അവസാനിപ്പിക്കുമെന്ന് വാങ്ചുക്കും പ്രതികരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതീവ ജാഗ്രത ലഡാക്കിലും ലേയിലും ഒക്കെ തന്നെ തുടരുകയാണ്. കാരണം ഇത്തരമൊരു സാഹചര്യം പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ തുടരുകയാണ്. ആര്യ, യെസ്, വ്യക്തമാണ്. ആർ രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനത്തിൽ വിമർശനം ഉയർന്നിട്ടും ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ 80 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന് നേരെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തി. ബന്ദികളുടെ മോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. ആർ കാർത്തിക്കാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. കാർത്തിക്, നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളെല്ലാം ഭൂരിഭാഗം പേരും ശക്തമായ വിമർശനവുമായി ഇസ്രായേലിന് നേരെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളെ ഒന്നും വകവെക്കാതെ ഈ ആക്രമണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. നിലവിലത്തെ ഒരു സാഹചര്യത്തിന്റെ ഒരു സമഗ്രമായ വിവരം. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനവും ലോക നേതാക്കളുടെ ചർച്ചയും ഒരു വശത്ത് തുടരുമ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന സന്ദേശം തന്നെയാണ് ഇസ്രായേൽ നൽകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ചില ഡെവലപ്മെന്റ്സ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലെത്തും. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി നടക്കുന്ന സൈഡ് ലൈൻസ് ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ ലോക നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ്, സ്റ്റീവ് വിറ്റ്കോഫ് US പ്രതിനിധി ഒരു 21 പോയിന്റ് പ്ലാൻ, ഈ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു 21 പോയിന്റ് പ്ലാൻ US തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ അറബ് നേതാക്കളുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. ജോർജാൻ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികളുമായാണ് ഈ ചർച്ചകൾ നടന്നത്. ഇവരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഈ 21 പോയിന്റ് എന്ന ആശയം ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ചർച്ച അതിൽ ഉണ്ടായേക്കും. അതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും ഈ ചർച്ചകളിൽ ചെറിയ ഒരു മുന്നേറ്റം, അതായത് ഒരു വഴിത്തിരിവ് പ്രതീക്ഷിക്കുന്നു എന്നാണ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഈ ഘട്ടത്തിലുള്ള പ്രതികരണമായി വരുന്നത്. മറ്റൊന്ന്, വളരെ ശക്തമായി തന്നെ ഇസ്രായേൽ ഗസ സിറ്റിയിൽ ആക്രമണം തുടരുകയാണ്. ഹമാസിന്റെ സ്ട്രോങ് ഹോൾഡുകൾ ഇനിയും ഉണ്ടെന്നും അവിടെ ആക്രമണം ശക്തമാക്കുമെന്നുമാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിവരം. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 80 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇതിൽ 7 സ്ത്രീകളും 2 കുട്ടികളും അടക്കമാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിവരം. ഒരു വശത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും പ്രതിഷേധം ശക്തമാകുന്നുണ്ട് ഇസ്രായേലിൽ. നേരത്തെ 21 ബന്ദികളെയാണ് ഒക്ടോബർ 7-ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ഇവരിൽ 40 പേരുടെ വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. 20 പേരെങ്കിലും ഇതിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അവരെ വിട്ടയക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ന്യൂയോർക്ക് യാത്രയ്ക്ക് മുന്നേ ബൈറൺ എയർപോർട്ടിൽ ഉണ്ടായ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ ശക്തമായ ആവശ്യമുയർന്നത് ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ ബന്ദികളുടെ മോചനം വേഗത്തിൽ ആക്കണം എന്നുമാണ്. എന്തായാലും ഇസ്രായേലിന് നേരെ ഹൂതികളും പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. 22 പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഐലറ്റ് നഗരത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. ശക്തമായ തിരിച്ചടി ഇതിന് നൽകുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി കഴിയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും പുതിയ ഘട്ടത്തിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ്സ് ഈ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിലാണ്. നേരത്തെ അറബ് നേതാക്കളുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ചില പോയിന്റുകൾ ഉദ്ധരിച്ചുകൊണ്ടാവും ഇനി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച. പക്ഷേ അപ്പോഴും ന്യൂയോർക്കിലേക്ക് യാത്ര തിരിക്കും മുൻപ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായ ഒരു വരിയുണ്ട്. ദെയർ ഇസ് നോ പാലസ്തീൻ സ്റ്റേറ്റ്, അതായത് പാലസ്തീൻ, സ്വതന്ത്ര പാലസ്തീൻ എന്നത് അംഗീകരിക്കുന്ന ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേലിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്.
കാർത്തിക, നമുക്കറിയാം ഈ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ തനിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഈ ബന്ദികളെ മോചിപ്പിക്കാനാകാതെ പോയത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മാനക്കേടായിട്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇപ്പോഴും ആ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. ഒരു വിഭാഗം ജനങ്ങൾ വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നു ഈ പലസ്തീനെതിരായിട്ടുള്ള ആക്രമണം അത് അവസാനിപ്പിക്കണമെന്നുള്ളത്. ആ പ്രതിഷേധങ്ങളെയൊക്കെ എങ്ങനെയാണ് നെതന്യാഹു പ്രതിരോധിക്കുന്നത്? പാശ്ചാത്യ രാജ്യങ്ങളടക്കം പാലസ്തീൻ സ്റ്റേറ്റ് എന്ന ആവശ്യത്തിൽ കടുപ്പിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ. ആ ഘട്ടത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് നെതന്യാഹു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബന്ദികളെ വിട്ടയക്കുന്നത് വരെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് അടക്കം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കവേ പറഞ്ഞത് ഹമാസ് ആണ് ചർച്ചകളുമായി സഹകരിക്കാതെ, ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാകുന്നില്ല, അതുകൊണ്ട് തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ട്രംപ് അടക്കം ഉന്നയിച്ചത്. സ്വാഭാവികമായും ഇസ്രയേലിന്റെ എല്ലാ കാര്യങ്ങൾക്കും അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്നത് ഈ ഘട്ടത്തിൽ ഇനി പ്രയാസമായിരിക്കും. കാരണം സെപ്റ്റംബർ 9 നടന്ന ഖത്തർ ആക്രമണം, അതായത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഇസ്രയേൽ നടത്തിയ ആക്രമണത്തോടുകൂടി ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു. അതോടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ പ്രതിഷേധം കൂടുതൽ ശക്തമായതും. കാരണം ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടിയാണ് അത് അടച്ചത്. മധ്യസ്ഥ ചർച്ചകൾക്കായി എത്തിയതായിരുന്നു ഹമാസ് നേതാക്കൾ ദോഹയിൽ. ആ ഘട്ടത്തിലായിരുന്നു ആക്രമണം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു വശത്ത് ആക്രമണവും മറുവശത്ത് മധ്യസ്ഥ ചർച്ചയും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് ഖത്തർ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അത് രാഷ്ട്രീയമായി എങ്ങനെ ബാധിക്കും എന്ന് വരും കാലങ്ങളിൽ അറിയണം. പക്ഷേ അപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഒരു വശത്ത് അദ്ദേഹത്തിനെതിരെ അവിടെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുന്നു. ന്യൂയോർക്കിലേക്ക് യാത്ര തിരിക്കും മുൻപും എയർപോർട്ടിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ബന്ദികളെ മോചിപ്പിക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാർ ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യത്തിനും ഇസ്രയേലിനുള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരു വികാരം ശക്തമായി വരുന്നുണ്ട്. പക്ഷേ അതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് ശക്തമായി ഈ പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്നതും അതോടൊപ്പം തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. വി ആർ കാർത്തിക്കാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. കേരളം ഡി രാജ തുടരുന്നതിനോട് എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രായപരിധി കർശനമായി പാലിക്കണമെന്നും ഡി രാജ മാറണമെന്നുമായിരുന്നു കേരള നേതൃത്വത്തിന്റെ നിലപാട്. അമർജിത് കൗറിനെയും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. ദേശീയ എക്സിക്യൂട്ടീവിനെയും കൗൺസിലിനെയും ഇന്ന് തെരഞ്ഞെടുക്കും. പി സന്തോഷ് കുമാർ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയേക്കും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. വീണ്ടും രാഗേഷ്, ഈ കേരള ഘടകം ശക്തമായ എതിർപ്പ് ഉന്നയിച്ചിട്ടും ഡി രാജ എന്ന പേരിൽ തന്നെ ഉറച്ച് നിൽക്കുന്നതും ആ ചർച്ചകൾ അതിലേക്ക് തന്നെ എത്തിയതും ഏത് സാഹചര്യത്തിലാണ്? CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. ഇന്നലെ ദേശീയ നിർവാഹക സമിതി യോഗം വിശദമായി തന്നെ വിഷയം ചർച്ച ചെയ്തു. ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചയിലാണ് രാജയ്ക്ക് മാത്രം ഇളവ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ CPI എത്തിയിരിക്കുന്നത്. അതായത് പ്രായപരിധി നടപ്പാക്കും, പക്ഷേ രാജയ്ക്ക് മാത്രം ഇളവ് നൽകാം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ നിർവാഹക സമിതി എത്തിയിരിക്കുകയാണ്. അതായത് രാജ്യം ഒഴികെ മറ്റാർക്കും ഇളവുണ്ടാകില്ല എന്ന് തന്നെയാണ് നിർവാഹക സമിതി ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് 75 വയസ്സ് പിന്നിട്ട ദേശീയ കൗൺസിൽ അംഗങ്ങൾ, ദേശീയ നിർവാഹക സമിതി അംഗങ്ങൾ, ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ഒഴിവാക്കും. ആ നിബന്ധനയിൽ മാറ്റമുണ്ടാകില്ല. കാരണം 2022 വിജയവാഡ പാർട്ടി കോൺഗ്രസിലാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല. പക്ഷേ പുതിയ സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ രാജയ്ക്ക് ഇളവ് നൽകാം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഏതായാലും ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അത്തരം തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഏതായാലും നിലവിലെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 4 പേരെ ഒഴിവാകും. പ്രായപരിധിയെ തുടർന്ന് 4 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഒഴിവാകും. K നാരായണ, പല്ലബ് സെൻ ഗുപ്ത, ആസിസ് പാഷ, ഒപ്പം തന്നെ നാഗേന്ദ്രനാഥ് ഓജ, ഇവർക്ക് പകരം 4 പേരെ പുതുതായി ഉൾപ്പെടുത്തും. അതിൽ 2 പേർ കേരളത്തിൽ നിന്നാകും. ഒന്ന് പി സന്തോഷ് കുമാർ, നിലവിൽ രാജ്യസഭാംഗമാണ് അദ്ദേഹം. ഒപ്പം തന്നെ K പ്രകാശ് ബാബു തുടങ്ങിയവരായിരിക്കും പുതുതായി ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുക. നിലവിൽ കേരളത്തിൽ നിന്ന് ദേശീയ കൗൺസിലുള്ളത് 12 അംഗങ്ങളാണ്. ആ 12 അംഗം എന്ന നമ്പറിന് മാറ്റമുണ്ടാകില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ കേരളത്തിന്റെ അടക്കം പ്രധാനപ്പെട്ട ആവശ്യം പ്രായപരിധി കർക്കശമായി നടപ്പാക്കണം, അതിൽ മാറ്റം വേണ്ടതില്ല, ഇളവ് വേണ്ടതില്ല എന്നായിരുന്നു. പ്രത്യേകിച്ച് ചർച്ചകളിലൊക്കെ തന്നെ കേരള ഘടകം ഈ നിലപാട്
ആവർത്തിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിന് പുറമെ തെലങ്കാന അടക്കമുള്ള ഘടകങ്ങൾക്കും സമാനമായ നിലപാട് തന്നെയായിരുന്നു. പക്ഷേ രാജയ്ക്ക് പിന്തുണ ഉണ്ടായിരുന്നു. ഒന്ന് ബീഹാർ ഘടകം പിന്തുണ ഉണ്ടായിരുന്നു, തമിഴ്നാട് ഘടകത്തിൻ്റെയൊക്കെ തന്നെ പിന്തുണ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു സമവായം എന്ന നിലയ്ക്കാണ് കേരളത്തിൻ്റെ കൂടി അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഡി രാജ എന്ന പേരിലേക്ക് വീണ്ടും CPI എത്തിച്ചേർത്തിരിക്കുന്നത്. അങ്ങനെ രാജ വീണ്ടും ജനറൽ സെക്രട്ടറി ആകുകയാണ്. 2019 അദ്ദേഹം ആദ്യം ജനറൽ സെക്രട്ടറി പദത്തിൽ വരുന്നത്. അന്ന് സുധാകർ റെഡ്ഡിയായിരുന്നു ജനറൽ സെക്രട്ടറി. അനാരോഗ്യത്തെ തുടർന്ന് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് രാജയ്ക്ക് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. തുടർന്ന് 2022 വിജയവാഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ഡി രാജ വീണ്ടും ജനറൽ സെക്രട്ടറിയായി. ഇപ്പോൾ വീണ്ടും ചണ്ഡീഗഡ് നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും രാജ തന്നെ CPI നയിക്കാൻ എത്തുകയാണ്. 75 വയസ്സെന്ന പ്രായപരിധി CPIയുടെ കാര്യത്തിൽ വരുമ്പോൾ രാജയ്ക്ക് ഇപ്പോൾ 76 പ്രായം. മാത്രവുമല്ല ഡി രാജ പൊതുവെ ഇന്ത്യ സഖ്യത്തിലൊക്കെ തന്നെ സ്വീകാര്യനായ നേതാവാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഡി രാജയ്ക്ക് ഒരു തവണ കൂടി അവസരം നൽകാൻ ഇപ്പോൾ CPI തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ. CR രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ നിർണായക വെളിപ്പെടുത്തൽ. ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതം. ജൈനമ തിരോധാന കേസിൽ ചോദ്യം ചെയ്യലിനിടയിലാണ് ബിന്ദുവിനെ കൊന്നുവെന്ന് പ്രതി സമ്മതിച്ചത്. കുറ്റസമ്മതമൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി. സെബാസ്റ്റ്യനുമായി വേളാങ്കണ്ണിയിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഒടുവിൽ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണോ? ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജൈനമ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനിടയിലാണ് ക്രൈംബ്രാഞ്ചിനോട് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം സെബാസ്റ്റ്യൻ സമ്മതിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന ഉള്ള കുറ്റസമ്മത മൊഴിയാണ് ക്രൈംബ്രാഞ്ച് ഇന്നലെ കസ്റ്റഡി അപേക്ഷയ്ക്കായി കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളതാണ്. ഈ കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ പരിഗണിച്ചാണ് സെബാസ്റ്റ്യനെ 6 ദിവസത്തേക്ക് ബിന്ദു പത്മനാഭൻ കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലടക്കം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും ബിന്ദു പത്മനാഭനായി സംസ്ഥാനത്തിന്റെ പുറത്ത് പലയിടങ്ങളിൽ ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ എവിടെയോ ആണ് മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള സൂചന കൂടി ലഭ്യമാകുന്നുണ്ട്. വേളാങ്കണ്ണി, ബാംഗ്ലൂർ, കുടക് അടക്കമുള്ള ഇടങ്ങൾ, കണ്ണൂരിലും ഇയാൾ പോയിട്ടുണ്ട് ബിന്ദുവുമായി. അത്തരത്തിൽ ആ ഇടങ്ങളിൽ എവിടെ വേളാങ്കണ്ണിയിൽ എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ എവിടെയാണ് ബിന്ദുവിന്റെ മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബിന്ദു പത്മനാഭന്റെ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അന്യ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പിനായി അന്വേഷണ സംഘം പോകും. ഈ കേസിൽ ഏറ്റവും നിർണായകം, അതായത് ജൈനമ്മ തിരോധാന കേസ് വരുന്നതിന് മുൻപ് തന്നെ 2006 ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആണ്. 2017 ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ബിന്ദുവിനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകുന്നത്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയായിരുന്നു ബിന്ദു. 3 ഏക്കറോളം വരുന്ന കോടികൾ വിലമതിക്കുന്ന സ്വത്തിന്റെ ഉടമയായിരുന്നു. ബിന്ദു പത്മനാഭന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ തന്നെ വ്യാജരേഖകൾ ചമച്ചും വ്യാജ മുക്തിയാർ ഉണ്ടാക്കിയും ആൾമാറാട്ടം നടത്തിയും സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിരുന്നു. അന്വേഷണ സംഘം 2017 ഇക്കാര്യങ്ങൾ കണ്ടെത്തി. കാരണം ബിന്ദു പത്മനാഭന്റെ സഹോദരൻ നൽകിയ പരാതിയിൽ തന്നെ ഇത്തരത്തിൽ സഹോദരിയുടെ പേരിലുള്ള സ്വത്തുക്കൾ ഉൾപ്പെടെ തട്ടിയെടുത്തതിനു ശേഷം സഹോദരിയെ കാണാനില്ല, അതായത് അത്തരത്തിൽ കൊലപ്പെടുത്തിയെന്ന് സൂചന നൽകിക്കൊണ്ടുള്ള ഈ ബിന്ദു പത്മനാഭന് പകരം ബിന്ദുവിന്റെ ഇടപ്പള്ളിയിലുള്ള സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി മറ്റൊരു സ്ത്രീയെയാണ് ആലപ്പുഴയിൽ നിന്ന് എത്തിച്ചതടക്കം അവരുടെ അഡ്രസ്സ് സഹിതം നൽകിയായിരുന്നു ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ചേർത്തല പോലീസ് അന്ന് അന്വേഷണം നടത്തി. ചേർത്തല DYSP AG ലാലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കുത്തിയതോട് പോലീസ് സ്റ്റേഷനിൽ കുത്തിയതോട് CIക്ക് നൽകിയ പരാതി പട്ടണക്കാട് SHO ആണ് FIR ഇട്ട് സ്വീകരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ കേസ് വലിയ ഡെവലപ്മെന്റ്സിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അതായത് ബിന്ദു പത്മനാഭനെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നുള്ളത് കണ്ടെത്തിയതിനപ്പുറത്തേക്ക് പോലീസ് ബിന്ദു തിരോധാന കേസിൽ സെബാസ്റ്റ്യനെതിരെ തെളിവില്ല എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തികം, അതായത് അന്ന് ഇടപ്പള്ളിയിലെ സ്ഥലം ഉൾപ്പെടെ വിറ്റ കോടികൾ സമ്പാദിച്ച ആളായിരുന്നു സെബാസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യന്റെ പണം വാങ്ങി പോലീസ് ബിന്ദുവിന്റെ തിരോധാനത്തെ സംബന്ധിച്ച് മൗനം പാലിച്ചു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു അന്വേഷണ സംഘത്തിന് മുന്നിൽ സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ള കുറ്റസമ്മത മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ജൈനമ തിരോധാന കേസ് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘവും അവിടെ ഉണ്ടായിരുന്നു.
ഈ രണ്ട് ടീമുകളുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റഡി കാലാവധിയിലെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്തത്. അതിനകത്താണ് ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ആദ്യമായി പിടിയിലാകുന്നത്. കാരണം ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ജൈനമ്മയുടെ രക്തക്കറകൾ ഉൾപ്പെടെ സെബാസ്റ്റ്യന്റെ വീടിനകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മൃതദേഹങ്ങൾ മുറിച്ച് കഷ്ണങ്ങളാക്കി ഇയാൾ നശിപ്പിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അത് പള്ളിപ്പുറത്തെ ദുരൂഹത നിറഞ്ഞ സെബാസ്റ്റ്യന്റെ വീടിനകത്ത് ആണ് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. അത്തരത്തിൽ ഒരു ജൈനമ്മ കേസിൽ പിടിവീണതോടുകൂടിയാണ് അതീവ സൂത്രശാലി എന്ന് അന്വേഷണ സംഘങ്ങൾ വിലയിരുത്തുന്ന സെബാസ്റ്റ്യനെ കുറച്ചുകൂടി ബ്രേക്ക് ചെയ്യാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. ജൈനമ്മ കേസിൽ ഈ രക്തസാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ വന്നതോടുകൂടി സെബാസ്റ്റ്യൻ വലയിലാവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ബിന്ദു പത്മനാഭൻ അടക്കമുള്ള വിഷയങ്ങൾ ഇയാളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ തേടാനായി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസ് നമുക്കറിയാം 2017 രജിസ്റ്റർ ചെയ്ത കേസിനകത്ത് പിന്നീട് ഇത്തരത്തിൽ ഈ ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതക കുറ്റം ചുമത്തുന്നത്, അതായത് പഴയ 302 വകുപ്പ് ചുമത്തുന്നത് ഒരു മാസം മുമ്പാണ്. ഒരു മാസം മുമ്പ് മാത്രമാണ് ക്രൈംബ്രാഞ്ചിന് അത്തരത്തിലൊരു ഇയാൾ കൊലപ്പെടുത്തി എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു വകുപ്പ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ ക്രൈംബ്രാഞ്ച് CI ഹേമന്ത് സമർപ്പിച്ചത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ 302 എന്നുള്ള വകുപ്പ് നൽകുമ്പോൾ അതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള കുറ്റസമ്മത മൊഴി പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ആ വകുപ്പ് 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതുതായി അറസ്റ്റ് സെബാസ്റ്റ്യനെ രേഖപ്പെടുത്തിയത്. വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഈ ചോദ്യം ചെയ്യലിലെ ഓരോ ഘട്ടത്തിലും തന്റെ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. കോട്ടയം ജയിലിൽ ആയിരുന്നു, ഏറ്റുമാനൂർ കോടതിയുടെ കീഴിൽ റിമാൻഡിലായിരുന്ന സെബാസ്റ്റ്യൻ കോട്ടയം ജില്ലാ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെയും പ്രമേഹമൊക്കെ സംബന്ധിച്ച് തന്റെ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഇയാളുടെ ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചാണ് ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. അവിടെ നിന്നാണ് ഇന്നലെ ചേർത്തല കോടതിയിലേക്ക് സെബാസ്റ്റ്യനെ എത്തിച്ചത്. എന്തായാലും ഇത്രയും നാളും തെളിയാതെ കിടന്ന കേസിൽ ഒരു കുറ്റസമ്മത മൊഴി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്നുള്ള അവരുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ തട്ടിയെടുക്കുന്നതായിരുന്നു പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അവരെ കൊലപ്പെടുത്തിയെന്ന് പലയിടങ്ങളിലും ബിന്ദുവും അന്യ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിൽ ബിന്ദുവും സെബാസ്റ്റ്യനും ഉൾപ്പെടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നും അവിടെ എവിടെയോ വെച്ച് മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ബിന്ദു പത്മനാഭനെ എവിടെയാണ് മറവ് ചെയ്തതടക്കമുള്ള വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ ബിന്ദു പത്മനാഭൻ കേസിൽ കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദു പത്മനാഭൻ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയിലേക്ക് അന്വേഷണ സംഘം കടക്കും. തീർച്ചയായും ശരണ്യ ആണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ നിർണായക വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ന്യൂസ് 18 ആണ് ആദ്യമായി പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത എത്തിക്കുന്നത്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്ന് തന്റെ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ശരണ്യ, നമുക്കറിയാം ഈ തുടക്കഘട്ടത്തിലൊക്കെ ഈ ഒരു കൊടും ക്രിമിനലാണ് സെബാസ്റ്റ്യൻ എന്നുള്ള നിഗമനം പോലീസിനുണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിലേക്ക് അത് തെളിയിക്കുന്ന തരത്തിൽ ശക്തമായ തെളിവിലേക്ക് എത്താൻ പല ഘട്ടങ്ങളിലും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഈ ചോദ്യം ചെയ്യലിനോടക്കം ഒരു തരത്തിലും ഈ സെബാസ്റ്റ്യൻ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ് പോലീസിനെ വലച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിനപ്പുറം ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരുന്നതിലെ കാലതാമസം, അതൊക്കെ ശക്തമായ തെളിവുകൾ സെബാസ്റ്റ്യനെതിരെ ശേഖരിക്കുന്നതിൽ ഒരു കാലതാമസം വരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ അതിലൊക്കെ അന്വേഷണം പല ഘട്ടങ്ങളിലും വഴിമുട്ടുമോ എന്ന് നമ്മളെല്ലാവരും ഭയപ്പെട്ടിരുന്നൊരു സമയമുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഈ കുറ്റസമ്മതം മൊഴി തന്നെ സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ കുറ്റസമ്മതം വരുമ്പോൾ ഇനിയും മറ്റുള്ള സ്ത്രീകളുടെ തിരോധാന കേസ് അടക്കം തെളിയിക്കുന്നതിൽ അതൊരു നിർണായക ഘടകമായി മാറില്ലേ? തീർച്ചയായിട്ടും ഐഷ തിരോധാന കേസിലും സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഇപ്പോൾ ചേർത്തല CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, 9-അംഗ സംഘമാണ് ഐഷ തിരോധാന കേസ് അന്വേഷിക്കുന്നത്. നമുക്കറിയാം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടെ തിരോധാനത്തിൽ 5 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് 5 സ്ത്രീകളുടെ പഴയ തിരോധാന കേസുകളാണ് പോലീസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിന്ദു പത്മനാഭന്റെ കേസായിരുന്നു. ബിന്ദു പത്മനാഭൻ കേസ് ക്രൈംബ്രാഞ്ച് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. അത് അന്വേഷിച്ച്
അന്വേഷിച്ചുകൊണ്ടേയിരുന്ന കേസാണ്. പക്ഷേ അത് ഒരു തിരോധാന മിസ്സിംഗ് കേസ് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ അതൊരു കൊലപാതക കേസായി മാറുകയും കുറ്റസമ്മത മൊഴിയടക്കമുള്ള നിർണായക കടമ്പയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഐഷ ചേർത്തല വാരനാട് സ്വദേശിയായ ഐഷ എന്ന സ്ത്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകളെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഐഷ കേസിൽ നിർണായകമായ ചില ചുവടുവെപ്പുകളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമെന്നുള്ളതാണ്. ഐഷ ഏറ്റവും ഒടുവിൽ കാണാതാകുന്ന ദിവസം പോയത് ചേർത്തല പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടിലേക്കാണ് എന്നുള്ള നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. നമ്മൾ നേരത്തെ പുറത്തു കൊണ്ടുവന്ന റോസമ്മയാണ്. റോസമ്മയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പോലീസ് കേന്ദ്രീകരിക്കുന്നുണ്ട്. കാരണം ഐഷയെ റോസമ്മ ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് പണം വാങ്ങുന്നതിനായി പറഞ്ഞു വിട്ട വിവരം റോസമ്മയ്ക്ക് അറിയാം എന്നുള്ള നിർണായക വിവരങ്ങളൊക്കെ ഇപ്പോൾ ചേർത്തലയിലെ അന്വേഷണ സംഘത്തിൽ ലഭ്യമായിട്ടുണ്ട്. നേരത്തെ അറിയാം ഈ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമായ ഘട്ടത്തിൽ പോലും ഈ ഐഷ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ഇല്ലായിരുന്നു. ഐഷയുടെ കേസ് അൺഡിക്റ്റഡ് എന്ന് എഴുതി തള്ളിയ ഒരു കേസായി ചേർത്തല പോലീസ് വെച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് റോസമ്മ എന്ന സ്ത്രീയെ ന്യൂസ് 18 പുറത്തേക്ക് കൊണ്ടുവരുന്നത്. റോസമ്മയുടെ നിർണായകമായ വെളിപ്പെടുത്തൽ, അതായത് സെബാസ്റ്റ്യനും റോസമ്മയും ഐഷയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ ഇയാളുടെ ഭാഗത്ത് റോസമ്മയുടെ ഭാഗത്ത് നിന്ന് ന്യൂസ് 18നോട് ഉണ്ടാകുന്നു. മാത്രമല്ല സ്വന്തം പേരിലുള്ള സ്ഥലം രജിസ്ട്രേഷൻ നടക്കുന്നതിനായുള്ള പണം ആവശ്യമുള്ളതിന്റെ തലേന്നാണ് ഐഷ മിസ്സിംഗ് ആവുന്നത്. പണം വാങ്ങാനായി സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് പോയ ഐഷയാണ് എന്ന് റോസമ്മ തറപ്പിച്ച് നമ്മളോട് പറഞ്ഞു. മാത്രമല്ല മറ്റ് കേസുകളിൽ സമാനമായി ഇതിനു ശേഷം, അതായത് ഐഷയെ കാണാതായതിനു ശേഷം പലപ്പോഴായി തന്റെ ഫോണുകളിലേക്ക് ഐഷ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഐഷയുടെ ഫോണിൽ നിന്നുള്ള കോളുകൾ വന്നുകൊണ്ടേയിരുന്നു എന്നും റോസമ്മ പറഞ്ഞു. അപ്പോൾ മറ്റ് കേസുകളിൽ സമാനമായ സാഹചര്യമായിരുന്നു. അത്തരത്തിൽ ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് റോസമ്മയെ ക്രൈംബ്രാഞ്ച് ആദ്യം ചോദ്യം ചെയ്തു. പിന്നീട് ചേർത്തല പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. റോസമ്മയുടെ ദുരൂഹത നിറഞ്ഞ കോഴി ഫാമിൽ എർത്ത് ഡിറ്റക്റ്റിംഗ് റഡാറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധന ഉൾപ്പെടെ നടന്നു. അതോടെ ഈ ഐഷ കേസിൽ റോസമ്മയ്ക്കും സെബാസ്റ്റ്യനും സെബാസ്റ്റ്യൻ ഐഷയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വരുന്നു. മാത്രമല്ല എലിസബത്ത് ജേക്കബ് എന്ന ഇവരുടെ രണ്ടുപേരുടെയും അയൽവാസിയായ സ്ത്രീയെയും ന്യൂസ് 18 പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. എലിസബത്ത് ജേക്കബ് ഈ റോസമ്മയുടെയും ഐഷയുടെയും ഒപ്പം സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ടെന്നുള്ള നിർണായകമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചു. രാവും പകലും റോസമ്മയുടെ വീട്ടിൽ വന്നു പോയിരുന്ന ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ള സ്ഥിരീകരണം നമ്മളോട് നടത്തുന്നു. തന്നെയും കൂടുതൽ സ്ത്രീകളെ ഇരയാക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്റെ വീട്ടിലും സെബാസ്റ്റ്യൻ സ്ഥല വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തന്നെയും സമീപിച്ചിരുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചു. അതിനുശേഷമാണ് ഈ ഐഷ തിരോധാന കേസ് റീഓപ്പൺ ചെയ്യുന്നതും സെബാസ്റ്റ്യൻ അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസിലേതുപോലെ തന്നെ ഐഷ തിരോധാന കേസിലെയും സെബാസ്റ്റ്യനിലേക്ക് നയിക്കുന്ന കൃത്യമായ ലീഡുകൾ അന്വേഷണ സംഘം കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഐഷ തിരോധാന കേസ് അന്വേഷിക്കുന്നത് ചേർത്തല സിഐയുടെ നേതൃത്വത്തിലുള്ള 9-അംഗ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ശരണ്യ, ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകം കുറ്റസമ്മത മൊഴി വന്നതിന് ശേഷം ഇനിയിപ്പോൾ സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പാണ്. ഈ ക്രൈംബ്രാഞ്ച് സംഘം വേളാങ്കണ്ണിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ആലോചിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വേളാങ്കണ്ണിയിൽ ആയിരിക്കാം ഈ സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭന്റെ മൃതശരീരം മറവ് ചെയ്തിട്ടുള്ളത് എന്ന നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ക്രൈംബ്രാഞ്ച്? അത് സെബാസ്റ്റ്യന്റെ മൊഴിയിൽ നിന്ന് തന്നെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ? വേളാങ്കണ്ണി, ബാംഗ്ലൂര്, കുടക്, ഒപ്പം തന്നെ കണ്ണൂർ, ഇത്രയും സ്ഥലങ്ങൾ ഇവർ ഒരുമിച്ച് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൽ തന്നെ വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഈ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സൂചന. പക്ഷേ സെബാസ്റ്റ്യന്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാനായി കഴിയില്ല. കാരണം അതീവ സൂത്രശാലിയാണ്. പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ മാറ്റുന്ന ആളാണ്. അന്വേഷണ സംഘത്തോട് വിശദീകരിക്കാൻ വളരെയധികം വൈമുഖ്യം കാണിക്കുന്ന ഒരാളാണ്. ഈ ജൈനമ്മ കേസിൽ ഇയാൾ പിടിക്കപ്പെട്ടതോടുകൂടി മാത്രമാണ്, ഇയാളെ
തെളിയിക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇടങ്ങൾ, ഈ ബാംഗ്ലൂർ ഒപ്പം തന്നെ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ബിന്ദു പത്മനാഭനെ കാണാതായ ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നൊരു സംഘം ഇവിടെ സെബാസ്റ്റ്യനായി എത്തിയിരുന്നു. അന്ന് ആ ഘട്ടത്തിൽ ബിന്ദു പത്മനാഭനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അവർ വിശദീകരിച്ചിരുന്നു എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതായത് ബിന്ദു പത്മനാഭൻ കുടകിൽ വളമായി എന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. ബിന്ദു ജീവനോടെ ഇല്ല എന്നുള്ള സൂചന, അതായത് കുടകിൽ വളമായി ബിന്ദു മാറി എന്നുള്ള രീതിയിൽ വിശദീകരിച്ചിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം പരിഗണിക്കുന്നുണ്ട്. പക്ഷെ സെബാസ്റ്റ്യനുമായി എത്തി ഈ കൃത്യമായി അന്യ സംസ്ഥാനത്തിലേക്ക് സെബാസ്റ്റ്യനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആവശ്യം റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം വെച്ചിട്ടുണ്ട്. എന്തായാലും പുറത്ത് തെളിവെടുപ്പുണ്ട്, സ്റ്റേറ്റിന് പുറത്ത് തെളിവെടുപ്പുണ്ട് എന്നുള്ള കാര്യം ഇന്നലത്തെ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇടങ്ങളിൽ എവിടെയെങ്കിലും ഇനി സെബാസ്റ്റ്യനുമായി എത്തി ഈ മൃതദേഹാവശിഷ്ടങ്ങളും മറ്റ് കൊലപ്പെടുത്താൻ വല്ല ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ അത് നമുക്ക് സ്ഥിരീകരിക്കാനായി പറ്റൂ. പക്ഷെ എന്തായാലും അന്വേഷണ സംഘം സെബാസ്റ്റ്യനുമായി സംസ്ഥാനത്തിന് പുറത്തും കണ്ണൂർ ജില്ലയിലും ഉൾപ്പെടെ തെളിവെടുപ്പിനായി പോകും. ഈ സെബാസ്റ്റ്യൻ എന്ന കൊടും ക്രിമിനലിന്റെ ചെയ്തികളെ കേട്ട് കേരളം ഞെട്ടിത്തരിച്ചതാണ്. ഈ അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ന്യൂസ് 18 ആണ്, ശരണ്യാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ നമുക്ക് ആ നാൾ വഴികളിലേക്ക്, ഈ കേസിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള നാൾ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ശരണ്യ, ഈ ഘട്ടത്തിൽ ആര്യ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് 2017 ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസാണ്. ആദ്യമായി സെബാസ്റ്റ്യൻ ആൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് 2017 ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വന്തം സഹോദരിയെ കാണാനില്ല എന്നുള്ളതാണ്. ഈ പരാതി വെറും ഒരു പരാതി ആയിരുന്നില്ല, മറിച്ച് ആഭ്യന്തര വകുപ്പിന് പ്രവീൺ നൽകിയ പരാതിയിൽ അവിടെ നിന്നും ഫയൽ നമ്പർ ഇട്ട് വന്ന ആ ഒരു കേസ്, ഫോർവേഡ് ചെയ്തു വന്നൊരു കേസ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കുത്തിയതോട് പോലീസിന് അതിനകത്ത് FIR ഇടാൻ പോലും 60 ദിവസം അവർ എടുത്തു എന്നുള്ളതാണ്. അതായത് കുത്തിയതോട് SHOയ്ക്കായിരുന്നു, അന്ന് CIക്കായിരുന്നു അന്ന് ചാർജ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഈ പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ഇവരുടെ വീട് കടക്കരപ്പള്ളി ഉള്ളത്. ആ കടക്കരപ്പള്ളിയിലെ പോലീസ് സ്റ്റേഷനിൽ അതിന് FIR ഇടുന്നതിനായി 60 ദിവസം വേണ്ടി വന്നു. അതായത് ഒരു സ്ത്രീയെ കാണാനില്ല എന്നുള്ളൊരു വെറും പരാതി അല്ലായിരുന്നു, മറിച്ച് അവരുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുത്തതിന്റെ രേഖകൾ ഉൾപ്പെടെ വെച്ചിട്ടുള്ള ഒരു പരാതിയായിരുന്നു ബിന്ദു പത്മനാഭന്റെ സഹോദരൻ നൽകിയത്. പക്ഷേ അതിന് തുടക്കം മുതൽ തന്നെ ഈ കേസ് ഒതുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ആ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനുശേഷം ഈ സെബാസ്റ്റ്യൻ, അതുവരെ സെബാസ്റ്റ്യൻ നാട്ടിലൊരു ദല്ലാൾ മാത്രമായിരുന്നു. ഈ ദല്ലാളായിരുന്ന സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യാനായി 6.5 മാസം അന്വേഷണ സംഘത്തിന് കിട്ടി അന്വേഷണ സംഘം എടുത്തു എന്നുള്ളതാണ്. പിന്നീട് കണ്ണൂരിൽ നിന്നാണ് ഇയാളെ പിടിക്കുന്നത്. ഈ 6.5 മാസം എന്ന് പറയുന്നത് സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം സെബാസ്റ്റ്യൻ സാമ്പത്തികമായി ധാരാളം പണം അന്വേഷണ ഉദ്യോഗസ്ഥർക്കായി നൽകി എന്നുള്ള ഗുരുതര ആരോപണം ബിന്ദുവിന്റെ സഹോദരൻ ഉൾപ്പെടെ ഉന്നയിക്കുന്നു. മാത്രമല്ല പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ സെബാസ്റ്റ്യന് എങ്ങനെ ഈ കേസിനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് ഉള്ള ട്രെയിനിങ് ഉൾപ്പെടെ നൽകി എന്നുള്ള ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ആ ഒരു അറസ്റ്റിലേക്ക് കടന്നതിന് ശേഷം പിന്നീട് ചേർത്തല ഡിവൈഎസ്പി AG ലാൽ ഈ കേസ് അന്വേഷിക്കുന്നു. അന്വേഷണ ഘട്ടത്തിലൊക്കെ 6 ഫോർജറി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട്, തട്ടിപ്പ് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ബിന്ദു എവിടെയെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയാതിരിക്കുകയും ഇത്രയും ഇൻവോൾവ്മെന്റ് സെബാസ്റ്റ്യനുമായി പരസ്യമായി സഞ്ചരിക്കുകയും സെബാസ്റ്റ്യന്റെ വീട്ടിൽ വരികയും, നമുക്കറിയാം അത്തരത്തിൽ സതീശൻ ഉൾപ്പെടെ നമ്മളോട് അക്കാര്യം വെളിപ്പെടുത്തിയതാണ്, അത്തരത്തിൽ വരികയും ഒക്കെ ചെയ്തിരുന്ന ബിന്ദു എവിടെയെന്ന് കണ്ടെത്തിയില്ല എന്നുള്ള ഒരു വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ കേസിന്റെ ഘട്ടത്തിൽ ഉണ്ടായി. അന്ന് ജില്ലാ പോലീസ് മേധാവി നേരത്തെ മോഹൻ മാവുങ്കൽ കേസിലൊക്കെ ആരോപണ വിധേയനായ SP സുരേന്ദ്രനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് വരുന്ന കേസിലേക്ക് വരുമ്പോൾ ഇവരുമൊക്കെ, അതായത് ഈ സെബാസ്റ്റ്യൻ ഈ 2017 ശേഷം ഈ കേസ് പിന്നീട് സൈലന്റ് ആകുന്നു. അകത്തേക്ക് പോകുന്ന സെബാസ്റ്റ്യൻ പിന്നീട് പുറത്തേക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ സാമ്പത്തികമായി ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള കോടികൾ വിലമതിക്കുന്ന ഭൂമി വിൽപ്പന നടത്തി അതീവ സമ്പന്നനാണ് സെബാസ്റ്റ്യൻ. ഇയാൾ പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കില്ല. എന്നാൽ കാറിൽ ഉൾപ്പെടെ ചാക്കിൽ പണം കൊണ്ടുകിടക്കുന്ന ആളുകൾക്ക് മദ്യം എപ്പോൾ വേണമെങ്കിലും ഓഫർ ചെയ്യുന്ന ആ രീതിയിലുള്ള അമ്മാവൻ എന്നാണ്, പാലക്കാടൻ അമ്മാവൻ എന്നാണ് ഇയാള് ആ പള്ളിപ്പുറത്തെ വീട്ടിൽ അയാൾ അറിയപ്പെടുന്നത്. പള്ളിപ്പുറത്തെ പ്രദേശത്ത് ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ഒരു വലയത്തെ അയാൾ തന്റെ കൂടെ സൂക്ഷിക്കുന്നു, മദ്യം വാങ്ങിക്കൊടുക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അയാൾ അങ്ങനെ വിലസുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്.
തുടക്കഘട്ടത്തിൽ ഈ കേസിൽ അന്വേഷണ സംഘം നടത്തിയ വീഴ്ച തന്നെയാണ് ഈ ഇത്രയധികം സ്ത്രീകളുടെ തിരോധാനത്തിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. അതിനുശേഷമാണ് പിന്നീട് ഇയാൾ സൈലന്റായി മുന്നോട്ട് പോകുന്നു. 2013 കാലയളവിൽ റോസമ്മയുടെ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ എത്തുന്നു. റോസമ്മ ഭർത്താവ് മരിച്ച നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ ആയിഷ എന്ന് പറയുന്നത് റിട്ടയർഡ് സർക്കാർ ജീവനക്കാരിയാണ്. ഇവര് ഈ കേസുകളെല്ലാം ഈ ആയിഷയൊന്നും ജൈനമ്മ കേസ് വരുന്നത് വരെ ആയിഷ പിക്ചറിൽ പോലും ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇല്ല എന്നുള്ളതാണ്. അതുവരെ സെബാസ്റ്റ്യൻ നടത്തിയ ഈ പള്ളിപ്പുറത്തെ വീട് വീണ്ടും കൊലക്കളങ്ങളായിട്ടുണ്ട്. ഒപ്പം തന്നെ അതുവരെ സെബാസ്റ്റ്യൻ നടത്തിയ പല കേസുകളും സൈലന്റ് ആയി ആരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഇയാൾ പിടിക്കപ്പെടുന്നത് ഈ കഴിഞ്ഞ ജൂലൈയില് പള്ളിപ്പുറത്തെ വീട്ടിൽ ജൂലൈ 24-ന് കോട്ടയത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം വൈകുന്നേരം വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ ആണ് എന്നുള്ളതാണ്. പള്ളിപ്പുറത്തെ വീടിന്റെ തെക്ക് ഭാഗത്ത് മുറ്റത്തായിട്ട് മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് എല്ലുകൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെ അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ഓലക്കീറ് കൊണ്ട് മൂടിയിട്ടിരുന്ന ഒരു ചെറിയ കുഴിയിൽ എല്ലുകൾ കത്തിച്ച് അതിനകത്ത് പല്ലിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് കത്തിച്ചതും ഉണ്ടായിരുന്നു, കത്തിക്കാത്തതും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ മിക്സ് ആയിട്ടുള്ള ബോൺസ് ആണ് അന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. അവിടുന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത് കളക്ട് ചെയ്യുന്നു. അവര് പോവുകയും ഈ ജൈനമ്മ തിരോധാന കേസിൽ സെബാസ്റ്റ്യനെതിരെ കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ട് സെബാസ്റ്റ്യനെ ഇവർ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുന്നു. തുടക്കഘട്ടത്തിലൊക്കെ തന്നെ അന്വേഷണ സംഘത്തോട് സെബാസ്റ്റ്യൻ സഹകരിച്ചിരുന്നില്ല. സെബാസ്റ്റ്യൻ ഈ പറഞ്ഞ രീതിയിൽ വളരെ സ്ട്രെയിൻഡ് ആയിട്ടാണ് അന്വേഷണ സംഘത്തെ അഭിമുഖീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ജൈനമ്മയുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ സെബാസ്റ്റ്യൻ ഏറ്റുമാനൂരിൽ ജൈനമ്മയുടെ ഫോൺ, അതായത് ജൈനമ്മയുടെ ഫോൺ ഓൺ ആകുന്നതോടെയാണ് ഈ അന്വേഷണ സംഘത്തിന് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നത്. അതായത് ഇയാള് ജൈനമ്മയുടെ ഫോണുമായി ഇയാൾ പോകുന്നു. ഒരു കടയിൽ നിന്ന് റീചാർജ് ചെയ്യാനായി ആ ഫോണിന്റെ നമ്പർ ഇയാൾ റീചാർജ് ചെയ്യാനായി ശ്രമിക്കുന്നു. ആ റീചാർജ് രേഖകൾ വെച്ചിട്ടാണ് ഇയാളെ ഈ സെബാസ്റ്റ്യൻ ആണ് അവിടെ എത്തിയെന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് കളക്ട് ചെയ്യുന്നു. ക്രൈംബ്രാഞ്ച് ഇയാളെ കുരുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും ഇയാൾ പറഞ്ഞത് ഒരു പ്രാർത്ഥനാലയത്തിൽ നിന്ന് തനിക്ക് കിട്ടിയതാണ്, ധ്യാനത്തിന് പോയപ്പോൾ തനിക്ക് കിട്ടിയതാണ് ഈ ഫോൺ എന്നുള്ള രീതിയിൽ ഇയാൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ വിശദമായ പരിശോധനയിലേക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്കും കോട്ടയത്തെ മികവുറ്റ ഉദ്യോഗസ്ഥർ അവരെ അങ്ങനെ തന്നെ പറയണം. കാരണം ഇത്രയും കേസുകൾ ഒരു തെളിവുമില്ലാതിരുന്ന സെബാസ്റ്റ്യനെ കുരുക്കുന്നത് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരുടെ ആ ഒരു അന്വേഷണം തന്നെയാണ്, ഏറ്റവും മികവാർന്ന അന്വേഷണം തന്നെയാണ് അവരെ ഈ സെബാസ്റ്റ്യൻ എന്ന കൊടും ക്രിമിനലിനെ കൊടുക്കാനായി കഴിഞ്ഞത്. അവിടെ നിന്നും അവർ എത്തുന്നു. വീടിനകത്ത് നടത്തിയ പരിശോധനയിൽ ഒരു വാക്കത്തി കണ്ടെത്തുന്നു. ഒപ്പം തന്നെ രക്തസാമ്പിളുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഭിത്തിയിൽ നിന്നും രക്തക്കറകൾ കണ്ടെത്തി. അതിനോടൊപ്പം തന്നെ സെബാസ്റ്റ്യന്റെ വീടിനകത്തുണ്ടായിരുന്ന കസേരയുടെ അടിഭാഗത്തു നിന്നും രക്തസാമ്പിളുകൾ കണ്ടെത്തി എന്നുള്ളതാണ്. വീട് കഴുകി വൃത്തിയാക്കിയിരുന്നു, പക്ഷേ രക്തക്കറകൾ അപ്പോഴും തെളിവായി അവശേഷിച്ചു. കസേരയുടെ അടിയിൽ ഉൾപ്പെടെ രക്തക്കറ ഉണ്ടായിരുന്നു, തെറിച്ച തുള്ളികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സാമ്പിളുകളുടെ DNA പ്രൊഫൈൽ പരിശോധിക്കുമ്പോഴാണ് അതിൽ ജൈനമ്മയുടേതാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും സെബാസ്റ്റ്യൻ കുടുങ്ങുകയും ചെയ്യുന്നത്. അതോടുകൂടി ഈ സെബാസ്റ്റ്യൻ എന്ന വ്യക്തി കുറെ കൂടി കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് അയാൾ തനിയെ എത്തി എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണ സംഘം ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ തേടി പലതവണ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ഇയാളിൽ നിന്നും കാര്യങ്ങൾ തേടിയെടുത്തു. അതീവ രഹസ്യമായ അന്വേഷണത്തിന്റെ നാൾവഴികളൊക്കെ സൂക്ഷിച്ചു. ഇങ്ങനെ ജൈനമ്മയുടെ കേസിൽ ഇയാൾ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾക്ക് ഈ ആയിഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയല്ല കൂടുതൽ സ്ത്രീകൾ ആലപ്പുഴയിൽ നിന്നും കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുകയും ന്യൂസ് 18 വാർത്താ സംഘമാണ് ഈ റോസമ്മ എന്ന വ്യക്തിയെ നമ്മൾ കാണുന്നു. റോസമ്മയെ കാണുമ്പോൾ ഇതുവരെ അതിന് നമ്മൾ റോസമ്മയെ കാണുന്നതിന് തലേ ദിവസം വരെ സംസാരിക്കുമ്പോൾ ആയിഷയുടെ മലപ്പുറത്തെ മകൻ ഉൾപ്പെടെ സെബാസ്റ്റ്യൻ ആയിഷ തിരോധാനത്തിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പോലീസും അങ്ങനെ ഒരു കേസ് റീഓപ്പൺ ചെയ്തിരുന്നില്ല. ആ കേസ് അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. പക്ഷേ റോസമ്മയെ നമ്മൾ കണ്ടതോടുകൂടി ആ കേസിന്റെ ഒരു ഗതി മാറി എന്നുള്ളതാണ്. തീർച്ചയായും ശരണ്യ, ഞാൻ ശരണ്യയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ആയിഷമ്മ തിരോധാന
കേസ് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധി ആർ രൂപേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രൂപേഷ്, ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ എന്തായാലും പ്രതി സെബാസ്റ്റ്യന്റെ നിർണായക വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് സെബാസ്റ്റ്യൻ തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ആയിഷ തിരോധാനത്തിലടക്കം മറ്റ് 5 സ്ത്രീകളുടെ തിരോധാന കേസിലും ഇത് നിർണായകമായ വഴിത്തിരിവിലേക്ക് കടക്കും ഈ വെളിപ്പെടുത്തൽ എന്ന് പ്രതീക്ഷിക്കുന്നില്ലേ താങ്കൾ? തീർച്ചയായിട്ടും ഇപ്പോ വലിയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാര്യം ഇത്രയും വർഷം നീണ്ട പല കേസുകളും നമുക്കറിയാം 2017 മുതൽ തുടങ്ങുന്നതാണ്. അപ്പോ നമ്മൾ നിരന്തരമായി തുടക്കം മുതൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് സെബാസ്റ്റിനെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നുള്ളത്. പക്ഷെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പോലീസ് അട്ടിമറിയും ഈ കേസ് അന്വേഷണം വഴിതിരിച്ചു വിട്ടതും അതൊരു ഭൂമി തട്ടിപ്പിലേക്കും സ്വത്ത് വകമാറ്റിയതിലേക്കും വ്യാജരേഖ ചമക്കലും മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ ഈ ജൈനമ്മ കേസ് വന്നതോടുകൂടിയാണ് നിർണായകമായ പല കാര്യങ്ങളിലേക്കും ഒരു ട്വിസ്റ്റിംഗ് ഉണ്ടായത്. ജൈനമ്മയുടെ കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിന്, അത് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ബിന്ദുവിന്റെ കേസിൽ ആദ്യഘട്ടത്തിൽ ഈ ശാസ്ത്രീയമായ അന്വേഷണ രീതികളൊന്നും പോലീസ് സ്വീകരിച്ചില്ല. അത് നിസ്സാരമാക്കി ഒരു തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പം ഈ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് ഉൾപ്പെടെ പുറത്തു വരുമെന്ന് ഉള്ളതാണ് ഞങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഇതില് മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഈ DNA പരിശോധനാ ഫലം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിനുവേണ്ടി ഗവൺമെന്റ് അതിൽ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഇത്രയും സ്ത്രീകളുടെ ഒരു വിഷയമെന്ന നിലയിൽ ഗവൺമെന്റ് അത് പ്രത്യേക താല്പര്യമെടുത്ത് DNA ഫലം പുറത്തുവിടുവാൻ തയ്യാറാകണം. കാര്യം ഇപ്പോൾ ഈ പറയുന്നതൊക്കെ ജൈനമ്മയുടെ രക്തസാമ്പിൾ അടക്കം അവരുടേതാണെന്ന് പറയുന്നെങ്കിലും ഈ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ, ആ അസ്ഥികഷ്ണങ്ങൾ ആരുടേതാണ് എന്നുള്ളത് DNA റിസൾട്ട് വന്നാലേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. അത് ഈ പറയുന്ന പോലെ ബിന്ദുവാണോ, ഐഷയാണോ, ജൈനമ്മയാണോ, ഏറ്റവും അവസാനം ന്യൂസ് 18 തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കൂത്താട്ടോളം കേസ്, ഏലിയാമ്മ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ തിരോധാനമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂസ് 18 തന്നെയാണ് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തുവിട്ടത്. അപ്പോ ഈ ഏലിയാമ്മയുടേതാണോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ DNA ഫലം പുറത്തു വരണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതുകൊണ്ട് അതുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇനി ഇതിനിടയിൽ വേറെ മറ്റ് മിസ്സിംഗ് കേസുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പോലീസ് ഇതിന്റെ ഭാഗമായി പരിശോധിക്കണം. കാര്യം ഈ കാലയളവിൽ നമുക്കറിയാം, ഇപ്പൊ 3 ജില്ലകളിലാണ് സെബാസ്റ്റ്യൻ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനം കൂത്താട്ടോളത്ത് എറണാകുളം ജില്ലയിൽ, കോട്ടയത്ത് ജൈനമ്മയുടെ കേസ്, ആലപ്പുഴ ജില്ലയിൽ ഐഷയുടെയും ബിന്ദുവിന്റെയും കേസുകൾ. അപ്പൊ ഇത് നിസ്സാരമായ ഒരു കേസല്ല. കേരളം തന്നെ ഞെട്ടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഒരു സൈക്കോ കില്ലറായിട്ടുള്ള സെബാസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നീട് സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. സെബാസ്റ്റ്യന് ഇടനിലക്കാരായി പല ആളുകൾ നിന്നിട്ടുണ്ട്, പല പോലീസ് ഉദ്യോഗസ്ഥർ നിന്നിട്ടുണ്ട്. പക്ഷെ അന്വേഷണം ആ തലത്തിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. അന്വേഷണം ആ തലത്തിലേക്കൊക്കെ പോകണം. കാര്യം സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഇതിലെ ഭൂമി കൈമാറ്റവും മറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രതികളെ ചേർത്തുവെങ്കിലും ഇത് കണക്ട് ചെയ്ത് പള്ളിപ്പുറത്തെ സതീശനടക്കമുള്ള ആളുകളുണ്ട്. സതീശനെയൊക്കെ ഇതിൽ പ്രതിയേർക്കണം. ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. പക്ഷെ സതീശനെ കൃത്യമായി ചോദ്യം ചെയ്താൽ ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വരുമായിരുന്നു. ശ്രീ രൂപേഷ്, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കഘട്ടത്തിലൊക്കെ ഈ അന്വേഷണം എവിടെയും എത്താതെ പോകുമെന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ നോക്കൂ, സെബാസ്റ്റ്യൻ തന്നെ കുറ്റസമ്മതം നടത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അതൊരു വലിയ പ്രതീക്ഷയാണ്. ഒരിക്കലും സെബാസ്റ്റ്യൻ ഈ വിഷയം അല്ലെങ്കിൽ ഈ താൻ കൊലപ്പെടുത്തിയതാണ് എന്ന് സമ്മതിക്കും എന്നുള്ളത് ഒരു ഘട്ടത്തിൽ പോലും ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. നേരത്തെ ശരണ്യ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം വന്നാൽ, ചോദ്യം ചെയ്യൽ വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന പോലെയാണ് സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ അന്വേഷണത്തോടുള്ള സഹകരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത്രത്തോളം തന്ത്രശാലിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ ഒടുവിൽ ഈ നിർണായകമായ വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യൻ തന്നെ നടത്തുമ്പോൾ അന്വേഷണ സംഘം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സെബാസ്റ്റ്യനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടി പിടികൂടും എന്ന തരത്തിലേക്ക് വളരെ മികവാർന്ന രീതിയിൽ തന്നെ ഈ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്ന് വിലയിരുത്തിക്കൂടെ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച്, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോട്ടയമാണെങ്കിലും, ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് കോട്ടയമാണെങ്കിലും, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ വളരെ സമർത്ഥരായ ഉദ്യോഗസ്ഥരാണ് ആ ടീമിലുള്ളത്. അതിൽ ഞങ്ങൾ പ്രതീക്ഷ നേരത്തെ തന്നെ വെച്ചു പുലർത്തിയിരുന്നതാണ്. കാര്യം മികച്ച ടീമാണ്. ഇത്തരത്തിൽ കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ ടീമിലുള്ളത്. അപ്പൊ അവര് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ ഇടനിലക്കാരായി നിന്നിട്ടുള്ള ആളുകളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്.
കാര്യം സെബാസ്റ്റ്യനിലേക്ക് മാത്രം ഒതുക്കാതെ ഇതിൽ കൂട്ടുനിന്നിട്ടുള്ളവരും ഇതിൽ പ്രതികളാകണം. അവരെ മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ഭൂമാഫിയ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ബിന്ദുവിന്റെ കോടിക്കണക്കിന് രൂപ വരുന്ന ആ സ്ഥലം ഇടപ്പള്ളിയിലെയും അമ്പലപ്പുഴയിലും ചേർത്തലയിലും അടക്കമുള്ള സ്ഥലം ഇവര് കൈമാറ്റം ചെയ്തത് വ്യാജരേഖകൾ ചമച്ചുകൊണ്ടാണ്. ഇനിയും അതിൽ പ്രതികളാകാനായിട്ട് പുറത്തു വയ്ക്കുന്ന ആളുകളുണ്ട്. കാര്യം അവരെയൊക്കെ അന്ന് അന്വേഷണ സംഘം മാറ്റി നിർത്തിയതാണ്. അത് വലിയ സാമ്പത്തിക ഇടപാട് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഭൂമാഫിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പുറത്തു വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശ്രീ രൂപേഷ്, നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ DNA ഫലം അടക്കം പുറത്തു വരാത്തതിന്റെ അതിന്റെ ഒരു കാലതാമസം നേടുന്നത് ഈ കേസിനെ തന്നെ ഒരു വെല്ലുവിളിയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ DNA പരിശോധനാ ഫലം കൂടി പുറത്തു വന്നാൽ പൂർണ്ണമായും ഈ സെബാസ്റ്റ്യനെ ലോക്ക് ചെയ്യാൻ തക്ക വിധത്തിലേക്ക് അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ നീക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്കൾക്കും ആ പ്രതീക്ഷ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇത്രയും കേസുകൾ വന്ന സ്ഥിതിക്ക് അതിൻ്റെ അകത്ത് മറ്റൊരു ആശങ്ക അതിലുള്ളത്, ഇപ്പൊ ഓരോ ദിവസവും പുറത്തു വരുവാണ് ഓരോ കാര്യങ്ങൾ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പൊ ഈ DNA ഫലം പുറത്തു വരുമ്പോൾ ബിന്ദുവാണോ, ഐഷയാണോ, ജൈനമ്മയാണോ, ഈ നമ്മുടെ ഏലിയാമ്മയാണോ, ഇനി മറ്റേതെങ്കിലും സ്ത്രീയാണോ എന്ന് കൂടി നമുക്ക് അറിയണമെങ്കിൽ DNA ഫലം പുറത്തു വരണം. ഇപ്പൊ ആകെപ്പാടെ നമുക്ക് ഈ രക്തസാമ്പിളിന്റെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. അത് അന്വേഷണ സംഘം പറയുന്നത് ജൈനമ്മയുടേതാണെന്നാണ്. പക്ഷെ അസ്ഥികഷ്ണങ്ങൾ ആരുടേതാണെന്നുള്ളതാണ് ഇനി പുറത്തു വരാനായിട്ടുള്ളത്. പക്ഷെ കത്തിക്കരിഞ്ഞ നിലയിലാണ്. അതിന്റെ കാലപ്പഴക്കം അടക്കം പരിശോധിച്ച് അത് ആരുടേതാണെന്ന് കണ്ടെത്തണം. ഇനി ഇവരിൽ നിന്നല്ല മറ്റൊരു സ്ത്രീയുടേതാണെങ്കിൽ അന്വേഷണം വീണ്ടും ആ രീതിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇപ്പോ സെബാസ്റ്റ്യനെ നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. തെളിവെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഇത്തരത്തിൽ അസ്ഥികഷ്ണങ്ങളോ മറ്റതോ ഇനിയും കണ്ടെത്താനായാൽ അത് നമുക്ക് വീണ്ടും ഒരു പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെയൊക്കെ ഒരു കണക്കുകൂട്ടൽ. തീർച്ചയായും വളരെ നന്ദി ശ്രീ രൂപേഷ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഐഷ തിരോധാന കേസ് ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി പ്രതിനിധി രൂപേഷാണ് നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. 5 സ്ത്രീകളാണ്. 5 സ്ത്രീകൾ വളരെ ആകസ്മികമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷമാകുന്ന സാഹചര്യം. അതിൽ സെബാസ്റ്റ്യൻ എന്ന കൊടും ക്രിമിനലിന്റെ പങ്ക് അത് എത്രത്തോളം നിർണായകമാണ്, സെബാസ്റ്റ്യൻ തന്നെയാണ് ഇവരുടെ തിരോധാനത്തിന് പിന്നിലും കൊലപാതകത്തിന് പിന്നിലും എന്ന് പോലീസിന് ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചു എങ്കിൽ പോലും നിർണായകമായ തെളിവുകളിലേക്ക് പലപ്പോഴും എത്താൻ സാധിക്കാതെ വരികയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അടക്കം പുറത്തേക്ക് വരാനുള്ള കാലതാമസം ഈ കേസിന്റെ അന്വേഷണത്തെ എല്ലാം വളരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നിർണായകമായ വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നത്. സെബാസ്റ്റ്യൻ തന്നെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. താൻ കൊലപ്പെടുത്തിയതാണ് ബിന്ദു പത്മനാഭനെ എന്നുള്ളത്. ഈ കേസിൽ ഈ 5 സ്ത്രീകളുടെ തിരോധാന കേസിലും അത് നിർണായക ഘടകമായി വഴിത്തിരിവായി മാറുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വാർത്തയും ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്, സെബാസ്റ്റ്യൻ എന്ന കൊടും ക്രിമിനലുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 ആണ്. ഈ വാർത്തയും പ്രേക്ഷകരിലേക്ക് ആദ്യം. തിരികെ വാർത്തകളിലേക്ക്. പറവൂരിലെ CPM നേതാവ് KJ ഷൈനെതിരെ സൈബർ ആക്രമണം നടത്തിയ കേസിലെ പ്രതി KM ഷാജഹാനെ ആലുവ റൂറൽ സൈബർ ക്രൈം പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പരാതിക്ക് അടിസ്ഥാനമായ വീഡിയോ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് പോലീസിന് ഷാജഹാൻ കൈമാറിയിട്ടുണ്ട്. മെമ്മറി കാർഡിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. ഷാജഹാനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. മറ്റൊരു പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് മറ്റന്നാൾ സമർപ്പിച്ചേക്കും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യത്തിനെ എതിർത്തായിരിക്കും അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുക. അതേസമയം ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ ഡിലീറ്റ് ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് മെറ്റ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തത്. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ എടപ്പാൾ സ്വദേശി യാസിറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചേക്കും. ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങൾ വാങ്ങിയ കേസിൽ ED ഇന്ന് കേസെടുത്തേക്കും. NIAയും EDയും GST വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആദ്യമായി ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുത്തിരുന്നു. കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് 92 മോഡൽ ലാൻഡ് ക്രൂയിസർ പിടിച്ചെടുത്തത്. അസം സ്വദേശിയായ മാഹിന്റെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ്. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, നമുക്കറിയാം പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ അടക്കമുള്ള വലിയ താരങ്ങളടക്കം പെട്ടുപോയ ഒരു കേസാണ്. അതിലെ അന്വേഷണം ഏത് തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്?
യെസ്, ഡാനി പോളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്താം. എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് കൊണ്ടുവന്ന വാഹനങ്ങൾ വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ട് ED ഇന്ന് കേസെടുത്തേക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. NIAയും EDയും GST വകുപ്പും ഒക്കെ അന്വേഷണം നടത്തുന്നുണ്ട് ഈ കേസിൽ. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആദ്യമായി ഒരു ഫസ്റ്റ് ഓണർ വാഹനം കൂടി പിടിച്ചെടുത്തിരുന്നു. കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് 92 മോഡൽ ലാൻഡ് ക്രൂയിസർ വാഹനം പിടിച്ചെടുത്തത്. അസം സ്വദേശിയായ മാഹിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ് ഇത്. അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഈ വാഹനമാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. എന്തായാലും ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഏതൊക്കെ തരത്തിലുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നുള്ളതാണ് ഇതിന്റെ ആകാംക്ഷ ബാക്കി നിൽക്കുന്നത്. ഓക്കെ, ഡാനി പോളിലേക്കും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരും നിമിഷങ്ങളിൽ എത്താം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 841 കോടി രൂപ അനുവദിച്ചു. 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുക. ക്ഷേമ പെൻഷനിൽ ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ കുടിശ്ശികയും വിതരണം ചെയ്യും. പാലിയേക്കരയിലെ ടോൾ തുടരണോ എന്നതിൽ ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ മുരിങ്ങൂർ ഭാഗത്ത് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നത് പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാവും ടോൾ പിരിവിനുള്ള അനുമതി കാര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം. ഇന്നലെ രാവിലെ മുതൽ ദേശീയപാതയിൽ ഉണ്ടായ ഗതാഗത കുരുക്ക് സംബന്ധിച്ചും ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകും. കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കിയത്. ഉത്തരവ് തിരുത്തി ടോൾ പിരിവിന് അനുമതി നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ടോൾ കരാറുകാരുടെയും ആവശ്യം. കോഴിക്കോട് കോർപ്പറേഷനിലെ തീരദേശ പരിപാലന ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ നിയമവിധേയമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വൻ അട്ടിമറിയെന്ന ആരോപണം. 500ഓളം കെട്ടിടങ്ങൾ അനധികൃതമായി ഉൾപ്പെടുത്തിയെന്നാണ് ആരോപണം ഉയരുന്നത്. കടൽ കായൽ മേഖലകളിൽ നിർമ്മാണത്തിനുള്ള നിയന്ത്രണ പരിധിയിൽ ഇളവുകൾ വരുത്തിയുള്ള തീരദേശ പരിപാലന പ്ലാൻ കഴിഞ്ഞ വർഷം കേന്ദ്രം അംഗീകരിച്ചിരുന്നു. പിന്നാലെയാണ് പിഴ ഈടാക്കി നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്താനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചത്. ഇതിൽ തന്നെ തീരദേശ പരിപാലന ചട്ടലംഘനത്തിനൊപ്പം മറ്റു ചട്ടങ്ങൾ ലംഘിക്കാത്ത വീടുകൾക്ക് പിഴ ഒഴിവാക്കാനുള്ള ഉത്തരവും ഇറക്കിയിരുന്നു. ഇത്തരത്തിൽ റവന്യൂ ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിൽ 1000-നടുത്ത് ഗാർഹിക കെട്ടിടങ്ങളാണ് കോർപ്പറേഷൻ പരിധിയിൽ കണ്ടെത്തിയത്. ഇക്കാര്യം കൗൺസിലിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിൽ 1545 കെട്ടിടങ്ങളുടെ പട്ടികയാണ് അവതരിപ്പിച്ചത്. ഒറ്റ മാസത്തിലുണ്ടായ വർധനവ് 500-ലധികം കെട്ടിടങ്ങൾ. പിഴ അടച്ചും അടയ്ക്കാതെയും അനധികൃത നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്താനുള്ള നടപടിയിൽ കോർപ്പറേഷൻ പരിധിയിൽ വലിയ അട്ടിമറി നടന്നതായും ആരോപണമുണ്ട്. വരയ്ക്കൽ ബീച്ചിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന വൻകിട ഫ്ളാറ്റ് സമുച്ചയം പിഴ ഈടാക്കി ക്രമപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞ ദിവസം തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഉത്തരവിട്ടിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഇനി രാവിലെയിൽ നമ്മൾ കടക്കുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും വീഡിയോ എഡിറ്ററും PCR-ലെ അംഗവുമായ അനീഷ് ഏട്ടൻ്റെയും അശ്വിനിയുടെയും മകൻ ശ്രീയുക്തിൻ്റെ 1ാം ജന്മദിനമാണിന്ന്. അപ്പോൾ ഇന്ന് വലിയ ആഘോഷ പരിപാടികളൊക്കെ അനീഷ് ഏട്ടൻ്റെ വീട്ടിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ക്ഷണമുണ്ട്, ഞങ്ങളൊക്കെ പോകാനിരിക്കുകയാണ്. അപ്പോൾ ശ്രീയുക്ത് മോന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ. തിരുവനന്തപുരം ആര്യനാട് സ്വദേശികളായ വിഷ്ണുവിന്റെയും അശ്വതി കൃഷ്ണയുടെയും മകളായ രുദ്രപ്രിയയുടെ 1ാം ജന്മദിനമാണിന്ന്. അപ്പോൾ രുദ്രമോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.